മലയാളത്തിലായിരിക്കും. കാര്യം നമുക്കറിയാം, ഓണം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഉത്സവമാണ്. അപ്പോൾ മറ്റു ഭാഷയ്ക്കവിടെ യാതൊരു പ്രാധാന്യമില്ല. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മളെ എല്ലാവരെയും ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടിയത്, ഒത്തൊരുമിപ്പിച്ചത്, നമുക്ക് എപ്പോഴും ആലോചിക്കാവുന്ന, എപ്പോഴും എല്ലാ വർഷവും ഒരിക്കൽ വരുന്ന, നമ്മളെല്ലാവരെയും കണക്ട് ചെയ്യുന്ന കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണമാണ്. നമുക്കറിയാം, ഓണം എന്ന് പറഞ്ഞാൽ അത് ജാതി മത ഭേദമന്യേ ഭാഷാന്തരങ്ങൾക്കപ്പുറം എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒന്നാണ്. അതിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? നമ്മൾ പല രീതിയിൽ ഓണത്തിനെ വരവേൽക്കാറുണ്ട്, ഓണം ആഘോഷിക്കാറുണ്ട്. പൂക്കളമിട്ട് ഓണം ആഘോഷിക്കുന്നവരുണ്ട്. അത് അത്തം മുതൽ തുടങ്ങും, അല്ലേ? പിന്നീട് പാട്ടുകൾ പാടി ഓണം ആഘോഷിക്കുന്നുണ്ട്. പാട്ടുകൾ പാടി, നമ്മളെ പോലുള്ള ഒരു പാട്ട് പാടാൻ അറിയാത്തവരും ഓണത്തിന് ഓണപ്പാട്ടൊന്ന് മൂളിപ്പോകും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു ചെറിയ ഓണവുമായി ബന്ധപ്പെട്ട പാട്ട് പരിപാടി ഉണ്ട്. അതിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു. പിന്നെ ഡെഫിനറ്റ്ലി സദ്യ ഒരുക്കി ഓണത്തെ വരവേൽക്കും. അത് വൺ ഓഫ് ദ മെയിൻ ഐറ്റംസ് ആണല്ലേ. അപ്പോൾ നമുക്കറിയാം, സദ്യയുടെ പ്രത്യേകത, സദ്യയിൽ പലവിധ കറികൾ വിളമ്പുന്നുണ്ട്. പല രുചിഭേദങ്ങൾ അതിൽ നമുക്ക് കാണാം. പുളിപ്പും മധുരവും, കയ്പില്ല, ബാക്കിയുള്ള എല്ലാ രുചികളും അതിലൂടെ കടന്നു പോകും. അതുപോലെയാണ് ആ ഒരു വൈവിധ്യം ഉണ്ടെങ്കിലും അതെല്ലാം കൂടി ഒരു ഇലയിലായിരിക്കും വിളമ്പുന്നത്. അപ്പോൾ അത് നമ്മളൊരു പ്രതീകാത്മകമായി എടുക്കുകയാണെങ്കിൽ, നമ്മളിലുള്ള വൈവിധ്യങ്ങൾക്കപ്പുറം നമ്മളുടെ കൂട്ടായ്മ, അതാണ് ഓണം. അപ്പം ആ രീതിയിൽ തന്നെ നമുക്ക് ഓണം ആഘോഷിക്കാം, ഓണത്തെ വരവേൽക്കാം. ഹാപ്പി ഓണം ടു ഓൾ. ഹാപ്പി ഓണം. പിന്നെ നമ്മൾ ഒരു ഓണത്തെ പറ്റി പറഞ്ഞപ്പോൾ പാട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പാട്ട് വെച്ചതിന് നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ഒരു ചെറിയ രഹസ്യം പറയാം. ഇന്നലെ ഞാൻ സാധാരണ 8:30 കിടന്ന് ഉറങ്ങും രാത്രി. And I get up at 3:30. So 8:30 to 3:30 is my time. So when Sabir told, Sabir പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണ്ടേ. ഞങ്ങൾ 8 മണിക്ക് രണ്ടുപേരും കൂടി അത് പ്രാക്ടീസ് ചെയ്തു. ഒരു കേരളം എന്ന ദാസേട്ടൻ്റെ പാട്ടാണ്. അതെങ്ങനെ വരുന്ന അറിയില്ല, ഞങ്ങൾ പാടാൻ ശ്രമിക്കാം. അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഓൺലൈനായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് വേറെ പ്രത്യേകത. ഏതായാലും ഞങ്ങളൊന്ന് ശ്രമിക്കാം. ഓക്കെ. കേരളം കേരളം കേളി കൊട്ടുണരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരളി സദനമകൻ കേരളം. കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരളി സദനമകൻ കേരളം. പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ. പൂവളി പൊന്നിൻ ചിങ്ങപ്പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ. മാവേലി മന്നന്റെ മാണിക്യത്തേരുവരും മാനസപൂക്കളങ്ങളാടും ആടും. കേരളം കേരളം കേളി കൊട്ടുണരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരളി സദനമകൻ കേരളം. വീരത
നീളാനദി ഹൃദയം പാടും കോണിപ്പാട്ടലിയുന്ന കാറ്റത്ത് തുള്ളുമോളം തനിവട്ടി പാട്ടുകൾ തന്നേണം കേരളം 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 കേളികൊണ്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരളി സദനമവൻ കേരളം 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 കേരളം. Thank you. സത്യം പറയുന്നത് ഇദ്ദേഹത്തിന്റെ പാട്ട് പാടാൻ കിട്ടിയ അവസരം ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. No, actually, he's the what I say fulcrum of this whole group, you know. So I am really thankful to Samir for giving me this opportunity. Thank you. You are most welcome.